ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് GoPro Hero 9ൻ്റെ റിവ്യൂ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ GoProൻ്റെ അൺബോക്സിങ്ങും സെറ്റിങ്സും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇനി അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. GoPro Hero 9ൻ്റെ സെറ്റിങ്സാണ് നമ്മൾ ഇനിയിപ്പോൾ നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വളരെ ഹാൻഡി ആയിരുന്നു. അതുപോലെ ഫ്രണ്ട് ക്യാമറയും അതേപോലെ ബാക്ക് ക്യാമറയും നല്ല സ്റ്റെബിലൈസേഷൻ ഉള്ളത് കാരണം കുറേ വീഡിയോസൊക്കെ ഞാൻ എടുത്തു നോക്കി. വീഡിയോസും ഫോട്ടോസും നല്ല രീതിയിൽ എനിക്ക് നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അതേപോലെ നമ്മളൊരു വ്ളോഗിങ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ക്യാമറ ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് GoPro Hero 9 തന്നെയാണ്. GoProൻ്റെ പ്രീവിയസ് മോഡൽസിൽ നമ്മൾ എങ്ങനെയാണ് ഓൺ ഓഫ് ചെയ്യണത് അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഓൺ ഓഫും ലെഫ്റ്റ് സൈഡിലും ക്യാപ്ചർ ചെയ്യാനുള്ളത് മുകളിലത്തെ ബട്ടണാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിലാകെ 3 സെറ്റിങ്സ് ഉള്ളത്: ടൈം ലാപ്സ്, വീഡിയോ ആൻഡ് ഫോട്ടോ. ഇനി നമുക്ക് ഈ സ്ക്രീനെ ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബേസിക് സെറ്റിങ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള പ്രൊവിഷനും, അതേപോലെ വോയിസ് കൺട്രോൾ, മ്യൂട്ട് ചെയ്യാനും GoPro ആപ്പായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുള്ള സെറ്റിങ്സ് നമുക്കിതിൽ കാണാം. ഇനി നമുക്ക് GoProൻ്റെ 3 ഫീച്ചേഴ്സും നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത്. ഒരു സാമ്പിൾ വീഡിയോ ആണ്. ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പ്രീവിയസ് മോഡൽ നമ്മൾ പുതിയതായിട്ട് കണ്ടിട്ടുള്ള ഒരു ഫീച്ചറാണ് ഹൈപ്പർ ബൂസ്റ്റ് സ്റ്റെബിലൈസേഷൻ. ഇപ്പോഴത്തെ മോഡൽ നമുക്ക് 3.0 ആണ്. പ്രീവിയസ് മോഡൽ 2.0 ആയിരുന്നു. അതിൻ്റെ അർത്ഥം അത് ഒന്നുകൂടി നല്ല രീതിയിൽ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും ക്യാമറ ഒക്കെ. അതാണ് ഏറ്റവും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് അതിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ കൂടുതലും വീഡിയോസ് എടുക്കുന്നത് 4K 60 ഫ്രെയിംസ് പെർ സെക്കൻഡ്സിലാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടിയും എളുപ്പം അതാണ് എഡിറ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും. പിന്നെ നമുക്ക് ഇതുപോലെ ലിസ്റ്റ് പോലെ നമുക്ക് കിട്ടും. നമുക്ക് ഡീഫോൾട്ടാണത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് സിനാരിയോ നമുക്ക് വീഡിയോ വെച്ചിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഡീഫോൾട്ട് സെറ്റിങ്സിൽ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും ഏത് റെസൊല്യൂഷനിൽ എത്ര ഫ്രെയിംസ് പെർ സെക്കൻഡ്സ്, അതേപോലെ ഏത് ലെൻസിലാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് സിനാരിയോന്നനുസരിച്ച് അതൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഒരു നൈറ്റിൽ എടുത്തൊരു വീഡിയോ ആണ്. അതിൽ നമുക്ക് കാണാം ഓഡിയോ ആൻഡ് വീഡിയോൻ്റെ ക്വാളിറ്റി. വീഡിയോൻ്റെ സെറ്റിങ്സ് നമുക്ക് വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാം. അത് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് റെസൊല്യൂഷൻ വേണമെങ്കിൽ മാറ്റാം. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് 4K 30 ആണ്. അത് വേണമെങ്കിൽ നമുക്കത് 4K 60 വേണമെങ്കിൽ ആക്കാം. പ്ലേ ബാക്കിൽ ഇതിൽ കാണുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ ഇതിൽ ഇടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ലെൻസ് ഉണ്ട്. ലെൻസ് തന്നെ ഏകദേശം 5 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഏറ്റവും ടോപ്പിൽ സൂപ്പർ വ്യൂ, പിന്നെ വൈഡ്, പിന്നീട് ലീനിയോ, ഇത് ലീനിയോ പ്ലസ് ഹോറിസോൺ ലെവലിംഗ്, പിന്നെ നാരോ. ഇത്രയും ഓപ്ഷൻസാണ് നമുക്ക് ഇതിൽ ഈ ലെൻസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ ബേസിക് സെറ്റിങ്സൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ഹൈപ്പർ സ്മൂത്ത് വേണമെങ്കിൽ ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. അതേപോലെ തന്നെ ഷാർപ്നെസ്, കളർ, വൈറ്റ് ബാലൻസ്, സ്പീഡ്, പിന്നെ ഓഡിയോ, ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇതൊന്നും വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിൽ പോയിട്ട് റീസ്റ്റോർ അമർത്തിയാണെങ്കിൽ നമുക്ക് പഴയ സെറ്റിങ്സിൽ തന്നെ കിട്ടും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫീച്ചറായിട്ടുള്ളത് ടൈം ലാപ്സ് ആണ്. അപ്പോൾ ടൈം ലാപ്സിൻ്റെ വീഡിയോ ഞാനൊരു സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080 ആണ്. ഓട്ടോ ലാപ്സ് ആണ്. അതേപോലെ വൈഡ് ലെൻസിലാണ് നമ്മളിത് ചെയ്യണത്. GoPro Hero 9ൻ്റെ പുതിയ ഫീച്ചറാണത്. ടൈം ലാപ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് റിയൽ ടൈം സ്പീഡും അതേപോലെ തന്നെ നമുക്ക് ടൈം ലാപ്സും ഒരേ ടൈമിൽ നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അടുത്തത് നമുക്ക് ഫോട്ടോ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഫോട്ടോ ഫീച്ചേഴ്സിൽ നമ്മൾ സ്ക്രീൻ അമർത്തുമ്പോൾ നമുക്ക് ലെഫ്റ്റിലും റൈറ്റിലും ഷോർട്ട് കട്ട്സ് കാണാം. അതേപോലെ തന്നെ നമുക്ക് ഇനി സെറ്റിങ്സിൽ പോയിട്ട് വേണമെങ്കിൽ മാറ്റണമെങ്കിൽ അതും ചെയ്യാം. സെൻട്രൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മോഡ്സാണ് നമുക്ക് കിട്ടുന്നത് ഡീഫോൾട്ടായിട്ട്. ഒന്ന് ഫോട്ടോ വൈഡ്, പിന്നെ ലൈവ് ബേസ്റ്റ് ആൻഡ് നൈറ്റ് മോഡ്. ഇനി ഇത് ഓരോന്ന് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ എഡിറ്റ് അമർത്തി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ലെൻസ് എങ്ങനെയാണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര റെസൊല്യൂഷനാണ് വേണ്ടത് ഇതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു GoPro Hero 9ൻ്റെ നൈറ്റ് മോഡിൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. GoPro Hero 9ൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് ഡേ ഡ്രീംസിൽ കാണാം. താങ്ക് യു.